എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നു, കേട്ടിട്ടും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, ഏശയ്യായുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു. അവർ ചില കാര്യങ്ങൾ കണ്ടിട്ടും കാണാതിരിക്കുകയും അതുപോലെ തന്നെ കേട്ടിട്ടും കേൾക്കാതിരിക്കുകയും ഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുമാറ് അവരുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവികമായ കാര്യങ്ങൾ ഒരുപാട് തവണ ഇവർ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷേ അവരുടെ ഹൃദയം കഠിനമായതുകൊണ്ട് ഇത് മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസിന്റെ ഇന്നത്തെ ലേഖനഭാഗത്തിൽ നമ്മളോട് പറയുന്നത്. കർത്താവ് യേശു മിശിഹാ വസിക്കുന്ന ഉന്നതത്തിലുള്ളവയിൽ നിങ്ങൾ ശ്രദ്ധ വെക്കൂ എന്ന് പറയുകയാണ്. ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുക, ഭൗമിക കാര്യങ്ങളിൽ നിങ്ങളെ ശ്രദ്ധ വെക്കരുത്, അല്ലെ ഭൗമിക കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കരുത്, മറിച്ച് ഉന്നതങ്ങളിലുള്ളവയിൽ ദൈവികമായ കാര്യങ്ങൾ ശ്രദ്ധ വെക്കാനായിട്ട് പറയുകയാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ വചനഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ ദൈവികമായ കാര്യങ്ങളിൽ കൂടി പ്രാധാന്യം കൊടുക്കാനായിട്ട് നമുക്ക് മനസ്സിലാക്കും. ഭൗമിക കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഉന്നതങ്ങളിലുള്ളവയെ ശ്രദ്ധിച്ച് അതിനെ ലക്ഷ്യമാക്കി മുന്നേറാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്